പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സൈനിക അഭിവാദ്യങ്ങളോടുകൂടിയുള്ള വിടനൽകൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് 12:11 ആയിരിക്കുന്നു. മോത്തിലാൽ മാർഗിലെ 3-ാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റിയത്. നേരത്തെ AICC ആസ്ഥാനത്ത് പൊതുദർശനം പൂർത്തിയായി. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP അടക്കമുള്ളവർ അവിടെ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നീണ്ട നിരയാണ് ഉണ്ടായത്. പൊതുദർശനത്തിന് ശേഷമാണ് നിഗംബോധ് ഘട്ടിലേക്ക് സംസ്കാരത്തിനായി വിലാപയാത്ര പുറപ്പെട്ടത്. ഔദ്യോഗിക ബഹുമതിയോടുകൂടി ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ എത്തിച്ചേർന്ന് ഈ സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടുകൂടി പൂർണ്ണമാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം ഓർക്കുക. രാജ്യത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണവുമുണ്ട്. സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിരിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടുകൂടി നടക്കുന്നു. ത്രിവർണ പതാക ആ ശരീരത്തിന് മുകളിലൂടെ പ്രതീകാത്മകമായി സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
सिंह को भारत के दूसरे सबसे बड़े नागरिक सम्मान पद्म विभूषण से 1987 और वर्ष के सर्वश्रेष्ठ वित्त मंत्री के लिए एशिया मनी अवार्ड 1993 और 94 से नवाजा गया था। फराटेदार हिंदी और धारा प्रवाह अंग्रेजी बोलने वाले डॉक्टर मनमोहन सिंह जब प्रधानमंत्री बने तो अपनी स्पीच की स्क्रिप्ट उर्दू में लिखा करते थे। उर्दू भाषा से उन्हें काफ़ी लगाव था और कैसे ऑक्सफोर्ड से योजना आयोग तक का उनका सफ़र रहा, ये अपने आप में उल्लेखनीय है। जून 1991 का वैश्वीकरण और उदारीकरण हो, जून 2005 का सूचना का अधिकार हो, चाहे सितंबर 2005 में रोजगार गारंटी योजना हो या फिर मार्च 2006 के മൻമോഹൻ സിംഗ് അമർ രഹേ എന്നിങ്ങനെയുള്ള വാക്യങ്ങളുമായി സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ മതപരമായ ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ സൈനിക ബഹുമതികൾ നൽകിക്കൊണ്ട് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി സിഖ് മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ളത്. മൻമോഹൻ സിംഗ് അമർ രഹേ എന്നുള്ള വാക്യങ്ങൾ അത് AICC ആസ്ഥാനത്ത് ഉയർത്തിയതുപോലെ തന്നെ ഇവിടെയും നിഗംബോധ് ഘട്ടിലും ഉയർത്തിയിരിക്കുന്നു. നേരത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കോൺഗ്രസിനും രാജ്യത്തിനും മാത്രമല്ല ലോക സാമ്പത്തിക രംഗത്തിന് സംഭാവന നൽകിയ ഭാരതീയനാണ് മൻമോഹൻ സിംഗ് എന്നാണ് ഷാഫി പറമ്പിൽ MP അവിടെ വെച്ച് സംസാരിച്ചത്. കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്നു അദ്ദേഹം. വിപ്ലവകരമായ പരിഷ്കരണങ്ങളിലേക്ക് നാടിനെ നയിച്ചുവെന്ന് ഷാഫി പറമ്പിൽ MP സൂചിപ്പിക്കുകയുണ്ടായി. NK പ്രേമേന്ദ്രൻ MP സൂചിപ്പിച്ചത് ജനാധിപത്യത്തെ ശക്തമാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകി എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിവരാവകാശ നിയമം എന്ന് NK പ്രേമേന്ദ്രൻ MP സൂചിപ്പിക്കുകയുണ്ടായി. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വേണ്ട തരത്തിൽ വിലയിരുത്തപ്പെടാതെ പോയ വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ് NK പ്രേമേന്ദ്രൻ MP പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒപ്പം അവിടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കാളിയാവുന്നുണ്ട്. ഇപ്പോൾ സിഖ് മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളിലേക്കാണ് ഈ സംസ്കാര പ്രക്രിയ തത്സമയം മാറിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA പറഞ്ഞ കാര്യം, സാധാരണക്കാരെ ഒരു വശത്ത് ശാക്തീകരിച്ചു മൻമോഹൻ സിംഗ്, മറുവശത്ത് സാമ്പത്തിക വളർച്ച നേടുക എന്ന ഇരട്ട നയം സ്വീകരിച്ചു. ഒരർത്ഥത്തിൽ നവഭാരത ശില്പിയെന്ന് മൻമോഹൻ സിംഗിനെ നിസ്സംശയം പറയാമെന്നാണ് മാത്യു കുഴൽനാടൻ MLA സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ AICC ആസ്ഥാനത്തെ പൊതുദർശനം അത് പൂർത്തിയായി. പിന്നീട് വിലാപയാത്ര നടത്തുകയുണ്ടായി.
അതിനുശേഷമാണ് നിഗംബോധ് ഘട്ടിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. घाट से ये तस्वीरें आप देख सकते हैं और आपसे कुछ ही देर में पंचतत्व में विलीन पूर्व प्रधानमंत्री डॉक्टर मनमोहन सिंह उनका पार्थिव शरीर हो जाएगा और पूरे राजकीय सम्मान के साथ यहाँ पर उनको अंतिम विदाई दी जा रही है और इसकी तस्वीरें भी लगातार हम आपके साथ साझा कर रहे हैं। देश में किस तरह से जो आर्थिक सुधार को लगातार जो नीतिगत फैसले उन्होंने अपने कार्यकाल में लिए। സിഖ് മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിഖ് മതാചാരത്തിലെ സംസ്കാര ചടങ്ങുകൾ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ചും സിഖ് മതം വിശ്വസിക്കുന്നത് പരമമായ യാഥാർത്ഥ്യവുമായി ഐക്യപ്പെടാൻ ദൈവം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമാണ് മനുഷ്യജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനാമത്തിൽ ധ്യാനിച്ച് ജനന മരണങ്ങളുടെ തുടർയാത്ര അവസാനിപ്പിക്കേണ്ടത് മർത്യനാണ് എന്ന് സിഖ് മതം സൂചിപ്പിക്കുന്നു. മരണം ജീവിതത്തിൻ്റെ വിരാമമാണ്. അത് ജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാനമാണ്. മരണം ശരീരത്തിൻ്റെ മെക്കാനിസത്തിൻ്റെ വീഴ്ചയാണ് എന്ന് സിഖ് മതം കരുതുന്നു. ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നാശം ആണ് അത്. ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, മസ്തിഷ്ക പ്രവർത്തനം എന്നിവ നിലച്ചതിന് ശേഷം ജീവശക്തി ക്രമേണ ശരീരകോശങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിർത്തുന്നു. മരണം ജീവിതത്തിൻ്റെ വിരുദ്ധതയാണ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ കരച്ചിലും ശവസംസ്കാരവും വിലാപവും നടത്തുന്ന ജീവിതയാത്രയിലെ അവസാനത്തെ വഴിയായി ഇത് അംഗീകരിക്കപ്പെടുന്നു. എല്ലാ സാധാരണ മനുഷ്യർക്കും അറിയാം അവർ എന്തെങ്കിലും മരിക്കുമെന്ന്. പക്ഷേ മരണം ഒരു വലിയ രഹസ്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് ചെറുപ്പക്കാരനോ മുതിർന്നവരോ പണക്കാരനോ ദരിദ്രരോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരുന്നു. ജനിച്ചയാൾ മരിക്കണം. മരണത്തിന് ഒരു നിശ്ചിത സമയമുണ്ട്. മനുഷ്യൻ ശരീരവും മനസ്സും ചേർന്നതാണ്. ആത്മാവുണ്ടെങ്കിൽ ശരീരത്തിന് ജീവനുണ്ട്. ആത്മാവുണ്ടെങ്കിൽ മനസ്സും ബുദ്ധിയും ശ്വാസവും അവിടെയുണ്ട്. മരണം എന്താണ് എന്ന് ആർക്കും അറിയില്ല. മരണം ഉറക്കം പോലെയല്ല എന്ന് നമുക്കറിയാം. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സജീവമാണ്. എന്നാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നിർജീവമാകും. സിഖ് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യനായ ഗുരു നാനാക് ദേവ് പറയുന്നു, ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബിൻ്റെ പേജ് 63 ഭാഗത്തിൽ നോക്കുക. എല്ലാവരും ദീർഘായുസ് ആവശ്യപ്പെടുന്നു. ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുതാ ജീവനു മർഗീയ മുയാന ലോജേ കോയ് എന്നാണ് അതിലെ യഥാർത്ഥ വരികൾ. വിവിധ രോഗങ്ങളും ക്രമക്കേടുകളും മൂലം മരണം സംഭവിക്കാം. പക്ഷേ ശരീരത്തിലേക്ക് ഓക്സിജൻ വിതരണം ചെയ്യാതെ ജീവിതം തുടരാനാവില്ല. മരണം സ്വാഭാവികമോ ആകസ്മികമോ ആകാം. മരണം എങ്ങനെ സംഭവിക്കുന്നുവെന്നും ആത്മാവ് ഏത് ദിശയിലാണ് പോകുന്നത് എന്നും ഒരു ശരീരത്തിനും അറിയില്ല എന്ന് സിഖ് മതം പറയുന്നു. സിഖ് മതം അനുസരിച്ച് ദൈവത്തെ മറക്കുന്നതിൻ്റെ പേരാണ് മരണം എന്ന് സൂചിപ്പിക്കുന്നു. ഗുരു നാനാക് ദേവ് ഇങ്ങനെ പറയുന്നു, അവനെ ഓർത്താൽ ഞാൻ ജീവിക്കുന്നു, ഞാൻ അവനെ മറന്നാൽ ഞാൻ മരിക്കും. മനുഷ്യ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ സങ്കല്പങ്ങളിൽ സിഖ് മതം അപ്രമാദിത്വത്തോടുകൂടി നിലകൊള്ളുന്നു.
മരണം ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ്. മരിച്ചവരെ ഓർത്ത് കരയരുത്, അവരുടെ വേദന അവസാനിച്ചു എന്ന് സിഖ് മതം സൂചിപ്പിക്കുന്നു. ജനിക്കുന്നവർ മരിക്കുകയും പോവുകയും ചെയ്യും, എല്ലാവരും അവരവരുടെ ഊഴം എടുക്കും എന്ന് സിഖ് മതത്തിൻ്റെ ആചാര്യൻ പറയുന്നു. ജോ അയ്യാ സോ ചൽസി സഹു കോയി ഐവാര്യ എന്നാണ്. എല്ലാ മനുഷ്യവസ്തുക്കളും ക്ഷയത്തിന് വിധേയമാണ്. വിധി വിളിക്കുമ്പോൾ രാജാക്കന്മാർ അനുസരിക്കണം എന്ന് അതിൽ സൂചിപ്പിക്കുന്നു.